ഹറിബറിയായിട്ട് വന്നൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. ഓർഡർ കിട്ടിയത് 11 മണിക്കാണെങ്കിലും ഒന്ന് കൺഫേം ആകുമ്പോഴേക്കും ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഓരോ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് വെക്കണം, എത്ര ചോക്ലേറ്റ്സ് വെക്കണം, അതൊക്കെ ഒന്ന് കൺഫേം ആകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ടൈം ആയത്. കേക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടി ഒന്ന് കൺഫേം ആകുമ്പോഴേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മൾ വേഗം തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. കാരണം നാളെ പോയിക്ക് നമുക്ക് സാധനം കിട്ടില്ല, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നമ്മൾ സാധനങ്ങൾ ഈവനിങ് വാങ്ങിക്കാൻ പോയി. എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു. ബക്കറ്റ്സിൻ്റെ ഷീറ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഷീറ്റ് വാങ്ങിച്ചു. അതിന് റോസ് വാങ്ങിച്ചു. വുഡിൻ്റെ സ്റ്റിക്ക് വരെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതെല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കേക്കും കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഐറ്റംസും വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ബക്കറ്റ്സിൻ്റെ ബേബി ബർത്ത് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള പിയോണി ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം നമ്മളെടുത്തു. ആവശ്യമുള്ള ഫ്ലവേഴ്സും പിന്നെ ബക്കറ്റ് ഷീറ്റ്, എക്സ്ട്രാ ബക്കറ്റ് ഷീറ്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. കാരണം അവിടെ അത്ര വലിയ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. കുറേ ഭാഗം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഫ്രഷ് ഹൗസിലാട്ടോ പോയത്. ഫ്രഷ് ഹൗസിൽ പല ടൈപ്പിൽ വരുന്ന വുഡിൻ്റെ ഹാമ്പേഴ്സ്, അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഹാമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അവിടത്തേക്ക് പോയത്. അവിടെ നല്ല റേറ്റാണ് ബോക്സിനും കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഏത് ടൈപ്പിൽ വേണ്ടുന്ന ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രഷ് ഹൗസിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫ്രഷ് ഹൗസിൽ പോയത് കേട്ടോ. പിന്നെ 4-5 ഹാമ്പേഴ്സോളം കസ്റ്റമർക്ക് വുഡിൻ്റെ ഹാമ്പർ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വുഡിൻ്റെ ഹാമ്പർ തന്നെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സ് വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റലിൻ്റെ ഹാമ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ ഹാമ്പറും പിന്നെ ബാക്കി 5 വുഡിൻ്റെ ഹാമ്പേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോന്നും ഓരോ സൈസിൽ വരുന്ന ബോക്സസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും കേക്കിൻ്റെ ഐറ്റംസും എല്ലാം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ആയിട്ടോ വീട്ടിലെത്താനും വേണ്ടിയിട്ട് രാത്രി ആയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി എല്ലാം വന്ന് നമ്മൾ രാത്രി തന്നെ നമ്മൾ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ നമ്മൾ തുടങ്ങിയാൽ നമുക്ക് നാളെ ഒരു ഈവനിങ് ആകുമ്പോൾ കസ്റ്റമർക്ക് സാധനം കയ്യിൽ കൊടുക്കണം. അപ്പോൾ കസ്റ്റമറിന് ഒരുപാട് സാധനങ്ങൾ കസ്റ്റമറിന് തന്നിട്ടുണ്ടായിരുന്നു. നട്ട്സ്, ഡേറ്റ്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഒരു പെട്ടി ചോക്ലേറ്റ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ചോക്ലേറ്റ്സാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. എല്ലാ ഐറ്റംസും വാങ്ങി നമ്മൾ രാത്രി തന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. ചോക്ലേറ്റ് ഹാമ്പറാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ വുഡിൻ്റെ ഹാമ്പർ ഏറ്റവും വലിയ സൈസിലാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയ സൈസിൽ വരുന്ന ഒരു ചോക്ലേറ്റ് വുഡിൻ്റെ ഹാമ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം ചെറിയ ചോക്ലേറ്റ്സ് വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് മാൾട്ടോസാണ് വെച്ചിട്ടുള്ളത്. മാൾട്ടോസ് കസ്റ്റമറിന് തന്നതാണ്. 2 ലെയറായിട്ടാണ് കേട്ടോ മാൾട്ടോസ് വെച്ചിട്ടുള്ളത്. പിന്നെ 4ാമത്തെ ലെയറായിട്ട് നമ്മൾ വാങ്ങിച്ച ഫെറാറോ റോച്ചർ, ടോബ്ലറോൺ, സ്നിക്കേഴ്സ്, ബോണ്ടി, കിറ്റ്കാറ്റ് അങ്ങനെ ഐറ്റംസ് വരുന്ന വലിയ സൈസിൽ വരുന്ന കുറച്ച് വലിയ റേറ്റിന് വരുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ച് നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്ലിൻ റാപ്പ് വെച്ചിട്ട് ടാപ്പ് വെച്ച് നല്ലോണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ നെറ്റൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് നമ്മൾ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്രിൻറ്റ് കാർഡും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻറ്റ് കാർഡ് കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടൗട്ട് ചിക്കൻ്റെ പണ്ടി പേര് വെച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നട്ട്സിൻ്റെ ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. നട്ട്സിൻ്റെ ഹാമ്പർ 3 സൈഡിൽ വരുന്ന നട്ട്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാഷ്യൂ, അതുപോലെ തന്നെ പിസ്ത, ബദാം, അങ്ങനെ 3 ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വരുന്നതുണ്ട്. പക്ഷേ 3 ഐറ്റംസ് മാത്രമേ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ തന്നതാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സെലോ ടാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ആ ഒരു 2 സൈഡിൽ വരുന്ന ആ ഒരു വുഡിൻ്റെ ആ ഭാഗത്ത് നമ്മൾ 3 നട്ട്സും പോകുന്ന ആ ഒരു സൈഡിൽ നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ട്സ് അപ്പുറത്തും ഇപ്പുറത്തും ഷെയ്ക്ക് ആവില്ല. ഷെയ്ക്ക് ആയാൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മിക്സ് ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് പൊതിഞ്ഞത് കേട്ടോ. ടൈറ്റായിട്ട് ക്ലീൻ റാപ്പ് വെച്ച് പൊതിയണം. ഇല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്ത് ഷെയ്ക്ക് ആയിക്കഴിഞ്ഞാൽ 3 മൊത്തത്തിൽ അപ്പുറത്തിപ്പുറത്ത് ഫുള്ള് ഭയങ്കര ബോറായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് നെറ്റൊക്കെ കെട്ടി ഫ്ലവറൊക്കെ കെട്ടി അതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനും ചെറിയൊരു പ്രിൻറ്റ് കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് റെഡിയായി. ഇനി അടുത്ത വർക്ക് ഡേറ്റ്സിൻ്റെ ഹാമ്പറാണ്. ഡേറ്റ്സിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത ബോക്സിനേക്കാളും കുറച്ച് ചെറിയ ബോക്സ്
എന്നാലും വലുപ്പമുണ്ട് ബോക്സ്, വലുപ്പമുള്ള ബോക്സ് തന്നെയാണ്. നേരത്തെ ചോക്ലേറ്റ് ഹാമ്പറിൻ്റെക്കാളും കുറച്ച് ചെറിയ ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോക്സിൽ നമ്മൾ കസ്റ്റമർ തന്നത് തന്നെയാണ് ഡേറ്റ്സ്. അപ്പോൾ ഡേറ്റ്സ് നമ്മൾ ഓരോന്ന് ലൈനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ലൈനായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് പൊതിഞ്ഞ് ടൈറ്റായിട്ട് ക്ലീൻ റാപ്പ് വെച്ച് പൊതിഞ്ഞതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ടൗട്ട് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഹാമ്പർ റെഡിയായി. ഇനി അടുത്ത് നമുക്ക് ബാക്കലാവയുടെ ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. 2 ടൈപ്പിൽ വരുന്ന ബാക്കലാവ കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ട്. ഒന്ന് ഇതുപോലെയുള്ള റോള് വരുന്ന ടൈപ്പിൽ വരുന്ന ബാക്കലാവാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയ ബോക്സിലാണ് കേട്ടോ, അപ്പോൾ ഫുഡിൻ്റെ ചെറിയ ബോക്സിലാണ്, രണ്ടും ഒരേ സൈസിൽ വരുന്ന ചെറിയ ബോക്സിലാണ് നമ്മൾ ബാക്കലാവ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ക്ലീൻ റാപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ബാക്കലാവ സെറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതൊരു മധുരമുള്ള ഐറ്റം അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു ബോക്സ് മോശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോക്സിൽ ഒരു വെള്ളം പിടിക്കുന്ന പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ താഴത്തായിട്ട് ക്ലീൻ റാപ്പ് നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ബാക്കലാവ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നും നല്ല ലൈനായിട്ട് നമ്മൾ ബാക്കലാവ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് പൊതിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് ലാസ്റ്റുള്ള സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് മുകളിലൊക്കെ ആയിട്ട് ക്ലീൻ റാപ്പും വെച്ച് പൊതിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബാക്കലാവയും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കലാവയുടെ ഹാമ്പറോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് നെറ്റും കെട്ടി അതുപോലെ തന്നെ ഫ്ലവറും ഒക്കെ കെട്ടി നമ്മൾ അവിടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനി അടുത്ത ഹാമ്പറാണ് നമ്മൾ ചെയ്യാനുള്ള അടുത്ത ഹാമ്പർ ബാക്കലാവ തന്നെയാണ്. ബാക്കലാവ ഒരു സമൂസ ടൈപ്പിൽ വരുന്ന ചെറിയ സമൂസ ടൈപ്പിൽ വരുന്ന ബാക്കലാവയാണ് ഇതിൽ ഇട്ടെടുക്കാനുള്ളത്. അപ്പോൾ അതിലും നമ്മൾ ആ ഒരു ഹാമ്പറിലും നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. ക്ലീൻ ഫിലിന് ആദ്യം തന്നെ താഴത്ത് വെച്ചിട്ട് നമ്മൾ സെലോ ടാപ്പ് വെച്ച് പൊതിഞ്ഞതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ബാക്കലാവ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ നിറച്ചിലും ബാക്കലാവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈറ്റായിട്ട് നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് പൊതിയാണ്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഹാമ്പേഴ്സിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കയ്യൊറൊക്കെ ഇട്ടിട്ട് തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കലാവ സംഭവങ്ങളൊക്കെ നമ്മൾ സ്വീറ്റ്സ് അല്ലേ, അപ്പോൾ നല്ല മധുരമുള്ള ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല ക്ലീനായിട്ടാണ് നമ്മൾ ആ ഒരു വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ബാക്കലാവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കറ്റിൻ്റെ പണിയാണ്, റോസ് ബൊക്കയുടെ പണിയാണ് നമുക്കുള്ളത്. റോസ് ബൊക്കെ നമ്മളൊരു 20 റോസ് ബൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനൊട്ടിക്കാനുള്ള ടാപ്പ്, അതുപോലെ തന്നെ ബേബി ബ്രീത്ത് ഫ്ലവർ, വുഡിൻ്റെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട്. ബേബി ബ്രീത്ത് ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ബഞ്ചാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തേർമക്കോളിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ തേർമക്കോളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ബാമ്പു സ്റ്റിക്കിൽ നമ്മൾ ഓരോന്നും വുഡിൻ്റെ സ്റ്റിക്കിൽ നമ്മൾ ഓരോ റോസും അതുപോലെ തന്നെ ബഞ്ചാക്കി വെച്ച് ബേബി ബ്രെത്ത് ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ സെലോ ടാപ്പ് വെച്ച് നല്ലോണം ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. റോസ് ബൊക്കയുടെ ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടാം. ഇതിൽ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ സ്പീഡപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ റോസ് ബൊക്കയുടെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഓരോന്നും തേർമക്കോളിൽ ടൈറ്റായിട്ട് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ബക്കറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അതിൽ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ സെലോ ടാപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ഇളക് വരാത്ത രീതിയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്നും മുറിച്ച് 2-3 സൈഡിലായിട്ട് തന്നെ ബാക്കി ഓരോന്നും മുറിച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 3-4 ബക്കറ്റ് ഷീറ്റ് ഇതിന് എടുത്തിട്ടുണ്ടാവും. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 3 ബക്കറ്റ് ഷീറ്റോളം നമ്മളിതിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നും അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം തെർമോക്കോൾ വെച്ച് ബാക്കിയുള്ള സൈഡും കൂടി നമ്മൾ ഒരു ചെറിയൊരു മോഡൽ കൊടുത്തിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് അവിടെയും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം റിബണൊക്കെ കെട്ടി നമ്മൾ ഫ്ലവർ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ
ഫ്ലവർ ബൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പണിയും കൂടി ഇവിടെ റെഡിയാക്കാണ്ട് നിൽക്കുകയാണ്. 2 kg കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2 kg കേക്ക്. അപ്പോൾ കേക്ക് ഇവിടെ സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. കേക്ക് റെഡിയായി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് കസ്റ്റമർ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഒരു കേക്ക് നമ്മൾ അതിൻ്റെ ജാറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ ഭയങ്കര ഹെവി ഹറിബറി ആയതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസും വീഡിയോസൊന്നും കൂടുതൽ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ ഹാമ്പർ ലാസ്റ്റാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ലാസ്റ്റാണ് ഡ്രസ്സ്, അവർ വൈകുന്നേരമാണ് ഡ്രസ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു ഡ്രസ്സ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഈവനിങ് ആണ് നമ്മൾ ഡ്രസ്സൊക്കെ ലാസ്റ്റാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ഡ്രസ്സ്, അതേപോലെ തന്നെ ഒരു ഗ്രേ കളറിലൊരു കോഫി കളറിലൊരു ഡ്രസ്സ്. അങ്ങനെ 2 ഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഷൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെരുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഒരു ചെറിയൊരു പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പേഴ്സ് എവിടെ വെക്കണമെന്ന് തിരിയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേഴ്സ് കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ നെറ്റൊക്കെ കെട്ടി ഫ്ലവറൊക്കെ കെട്ടി നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. കോൺടാക്ട് നമ്പറിലൊന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ണൂർ ഓൺലി ബേസ്ഡ് ആയിട്ട് നമ്മൾ വരുന്ന ആൾക്കാർക്ക് കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കിന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യട്ടെ. ഇൻസ്റ്റയിലാണ് കൂടുതൽ ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.